ഹായ് ഹലോ അസ്സലാമു അലൈക്കും. അപ്പോൾ എന്തൊക്കെയുണ്ട് കൂട്ടുകാരെ വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖം തന്നെയല്ലേ? അപ്പോൾ ഞാനിന്ന് ഒരു യാത്രാ വിശേഷമാണ് ഇതിൽ കൊണ്ടുവരുന്നത് കേട്ടോ. അപ്പോൾ അതാ വരുന്നു ഞങ്ങൾക്ക് പോകാനുള്ള ട്രെയിന്. അപ്പോൾ ഈ ഒരു ട്രെയിൻ യാത്രയാണ് കേട്ടോ ഞാനിന്ന് നടത്തുന്നത്. അതിൻ്റെ വിശേഷങ്ങളും അതിൽ ഞാൻ കണ്ട കാഴ്ചകളും എല്ലാം ആണെന്ന് ഞാൻ ഈ വീഡിയോയിൽ പറയുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ കുറേ ആയിട്ടുണ്ട് ലോങ് വീഡിയോകളൊക്കെ ചെയ്തിട്ട്. അപ്പോൾ കുറച്ച് മടിയും പിന്നെ കുറച്ച് സുഖമില്ലാതെയും ഒക്കെ ആയതുകൊണ്ടാണ് ലോങ് വീഡിയോ റിയാക്ഷൻ വീഡിയോ ഒന്നും ചെയ്യാതിരുന്നത് കേട്ടോ. അപ്പോൾ ഇന്നൊരു യാത്ര പോയപ്പോൾ ശരി എന്നാൽ ആ യാത്രാ വിശേഷങ്ങൾ ഇടാലോ എന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ ഞങ്ങൾ കൊയിലാണ്ടി മുതൽ പാലക്കാട് വരെയുള്ള ഒരു ട്രെയിൻ യാത്ര, അതിൻ്റെ വിശേഷങ്ങളാട്ടോ. അപ്പോൾ കൊയിലാണ്ടിയിൽ നിന്ന് ഞങ്ങൾ കയറിയിട്ടത് അപ്പോൾ കോഴിക്കോട് നിന്നും വിട്ടു കേട്ടോ. കോഴിക്കോട് കടന്നിട്ടുള്ള യാത്രയായി. അപ്പോൾ കോഴിക്കോട് നിർത്തിയിട്ടുണ്ടായിരുന്നു, അപ്പോഴൊന്നും എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ ഇതാ കല്ലായി പുഴയുടെ പാലത്തിൻ്റെ മേലെ കൂടെയുള്ള ഒരു യാത്രയിലാണ് ഇപ്പോൾ ഞങ്ങൾ. കായലും എല്ലാം കണ്ട് യാത്ര ചെയ്യുമ്പോഴാണ് ഇതാ നമ്മുടെ ഫറോക്ക് പാലം. ഈ പാലം രാത്രിയാണ് കാണേണ്ടത് കേട്ടോ. എന്ത് സുന്ദരമാണെന്നറിയോ ഈ പാലം കാണാൻ. ലൈറ്റ് അറേഞ്ച്മെൻ്റൊക്കെ ചെയ്തിട്ട് ഇപ്പോൾ പുതുക്കി പണിത പാലാണ്. ആ പാലത്തിൽ കൂടെ യാത്ര ചെയ്യാൻ നല്ല രസമാണ് കേട്ടോ കാണാൻ. ആ പാലം കാണണമെങ്കിൽ നമ്മൾ ഈ ട്രെയിനിൽ യാത്ര ചെയ്യണം, അപ്പോഴാണ് ആ പാലത്തിൻ്റെ ഭംഗി നമുക്ക് മനസ്സിലാവുള്ളൂ കേട്ടോ. കായലൊക്കെ നിറഞ്ഞ് കവിഞ്ഞിട്ടുണ്ട്, അത്രയും മഴയല്ലേ ഇപ്പോൾ, ആ മഴയത്താണല്ലോ. അങ്ങനെ നമ്മൾ ഫറോക്കും കഴിഞ്ഞ് നമ്മൾ യാത്ര തുടർന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇപ്പോൾ റെയിൽവേ സ്റ്റേഷനുകളിലൊക്കെ എല്ലാ റെയിൽവേ സ്റ്റേഷനിലും പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ എല്ലാം നല്ല പുരോഗതിയായിട്ടാണ്. ഇത് കടലുണ്ടിയാണ്. ഇവിടെ ഒരു പാലം തകർന്നിട്ടാണ് പണ്ട് ട്രെയിൻ അപകടത്തിൽ കുറേ ആൾക്കാരൊക്കെ മരിച്ചത്. അത് ഈ ഒരു ഭാഗത്താണ് കേട്ടോ. അത് മാറ്റിയിട്ട് പുതിയ പാലം പണിതതാണ് ഇപ്പോൾ ഇത് കേട്ടോ. കണ്ടോ, വെള്ളമൊക്കെ നിറഞ്ഞ് കവിഞ്ഞിരിക്കുക. തുരുത്തുകളും കായൽ കാണാൻ എന്ത് ഭംഗി അറിയോ. നല്ല തുരുത്തുകളും കണ്ടൽക്കാടുകളും എല്ലാം നിറഞ്ഞ മനോഹരമായ കായലൊക്കെ കണ്ടിട്ടുള്ള യാത്രയാണ് കേട്ടോ നമുക്ക്. അങ്ങനെ ട്രെയിൻ യാത്രയാകുമ്പോൾ ഇതൊക്കെ നമുക്ക് ആസ്വദിക്കാൻ പറ്റും കേട്ടോ. ബസ്സിൽ പോകുമ്പോൾ ഇത്രയും ഇത് കാണാൻ പറ്റില്ല കേട്ടോ. അതൊക്കെ നമുക്ക് ഈ ട്രെയിൻ യാത്രയിൽ കണ്ട തുരുത്തുകളൊക്കെ എന്തൊരു ഭംഗിയാണ് കാണാൻ. അതിൽ കൂടെ ഈ ബോട്ടുകളും മീൻ പിടിക്കാനുള്ള ബോട്ടുകളും ഇവിടെ അടുത്തുള്ളവരൊക്കെ ഈ ബോട്ടൊക്കെ ഉപയോഗിച്ചിട്ടാണ് കേട്ടോ കായലൊക്കെ കിടക്കുക. അങ്ങനെ ആ കാഴ്ചകളൊക്കെ കണ്ട് വരുമ്പോഴാണ് ഇതാ നമ്മുടെ കൃഷിയിടങ്ങൾ, പച്ചപ്പ് നിറഞ്ഞ പാടങ്ങളും മലയോരങ്ങളും ഒക്കെ ആയിട്ട് നല്ല ഭംഗിയുള്ള സ്ഥലങ്ങളാട്ടോ. അത് ഈ മഴക്കാലത്ത് ഈ ഭാഗങ്ങളൊക്കെ കാണാൻ നല്ല ഭംഗിയാണ്. ഇത് തിരുനാവാഴ റെയിൽവേ സ്റ്റേഷനാണ് കേട്ടോ. അവിടുന്ന് കണ്ട കാഴ്ചയാണ്. FCI ഗോഡൗണിലേക്കുള്ള അരികൾ കയറ്റി കൊണ്ടുവന്ന ട്രെയിനിൽ ഗൂഡ്സ് വണ്ടിയിൽ അതിന്ന് ലോറികളിൽ കയറ്റുന്ന കാഴ്ചയാണ് കേട്ടോ ഈ കാണുന്നത്. ഇത് അധികമൊന്നും കണ്ടിട്ടില്ല ഞാൻ. അപ്പോൾ കണ്ടപ്പോൾ ഒരു കൗതുകത്തിൻ്റെ അടുത്തു നിന്ന് മാത്രം അത്ര. അപ്പോൾ ഇങ്ങനെയാണ് അരിയൊക്കെ അന്യനാടുകളിൽ നിന്നൊക്കെ കൊണ്ടുവന്നിട്ട് നമ്മുടെ നാട്ടിലെ FCI ഗുഡൗണിലേക്കൊക്കെ എത്തിക്കുന്നത്. ഇത് തിരുനാവാഴയിലെ ഒരു ആമ്പൽപ്പാടങ്ങളാണ് കേട്ടോ. ഇതിങ്ങനെയൊന്നും ആയിരുന്നില്ല, നല്ല ഭംഗിയുള്ള പാടങ്ങളായിരുന്നു കേട്ടോ. ഒരുപാട് ആമ്പൽപ്പൂക്കളും നിറഞ്ഞൊരു ആമ്പൽപ്പാടായിരുന്നു. പക്ഷെ ഇപ്പോൾ എന്താണെന്നറിയില്ല, അതൊക്കെ കുറവായിട്ടുണ്ട്. എന്താ കാരണം എന്നുള്ളത് അറിയില്ല. ഇപ്പോൾ കണ്ടോ, കുറച്ച് മാത്രമേ അവിടെ കാണാനുള്ളൂ, ബാക്കിയൊക്കെ ഒഴിഞ്ഞു കിടക്കുകയാണ്. അങ്ങനെ നമ്മൾ യാത്ര ചെയ്ത് നമ്മൾ ഷൊർണൂർ ജംഗ്ഷനിലെത്തി കേട്ടോ. ഷൊർണൂർ ജംഗ്ഷനിലെത്തിയപ്പോഴാണ് ടീ ടൈമായി. അപ്പോൾ എല്ലാവരും ചായയും കാപ്പിയും വട അങ്ങനത്തെയൊക്കെ വെക്കുന്ന ഭയങ്കര രസകരമായൊരു കാഴ്ചയാണ്. ഷൊർണൂർ റെയിൽവേ സ്റ്റേഷൻ എന്ന് പറഞ്ഞാൽ കുറച്ച് വലിയ സ്റ്റേഷനാണ് കേട്ടോ. അവിടെ കുറച്ച് നേരം ട്രെയിൻ നിർത്തും. അപ്പോൾ ആളുകൾക്ക് കൂടുതൽ എന്തെങ്കിലും കഴിക്കാൻ സ്നാക്സ് നല്ല രസമാണ്. അങ്ങനെ ഷൊർണൂർ കഴിഞ്ഞപ്പോൾ കോയമ്പത്തൂർ പാസഞ്ചർ ഉണ്ട്. അത് കഴിഞ്ഞപ്പോൾ കുറച്ച് ആൾക്കാരൊക്കെ ഇറങ്ങി കമ്മിയായിരുന്നു, ട്രെയിൻ കാലിയാണ്. അങ്ങനെ ലക്കിടിയിലും കൂടി ഒരു സ്റ്റോപ്പാണ്. ഷൊർണൂർ കഴിഞ്ഞാൽ ലക്കിടി, അത് കഴിഞ്ഞിട്ട് ഒറ്റപ്പാലം നിർത്തും കേട്ടോ. പിന്നെ അത് കിട്ടാൻ പറലിയിലാണ്. അപ്പോൾ നമ്മുടെ നാട് വള്ളുവനാട് തൊട്ട് നമ്മുടെ നാട്ടിലെത്തിയപ്പോൾ കൃഷിയൊക്കെ മാറി. ഇപ്പോൾ റബ്ബർ അങ്ങനത്തെയൊക്കെ നമുക്ക് കാണാൻ തുടങ്ങിയിട്ടോ. ആ ഭാഗത്താകുമ്പോൾ തെങ്ങുകളൊക്കെ ആയിരിക്കും അധികം.
അപ്പോൾ നമ്മുടെ ഭാഗത്തേക്ക് റബ്ബർ, പിന്നെ ഓണത്തിന് വേണ്ട നെല്ലൊക്കെ പാടങ്ങളൊക്കെ ഒരുക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഓണത്തിന് ഇവിടെ പാലക്കാട്ടുകാരൊക്കെ പുത്തിരി കഴിക്കും. അതിനുള്ള നെല്ലിനുള്ള വിത്ത് വിതക്കലും ഞാറുനടലും അങ്ങനത്തെ കാഴ്ചകളാണ് നമുക്ക് ഈ പാലക്കാട് ഭാഗത്തേക്ക്. ഷൊർണൂരൊക്കെ വിട്ടാൽ പിന്നെ നമുക്ക് കാണാൻ കഴിയാട്ടോ. അതും നല്ല കാഴ്ച. ഈ മഴക്കാലമായി ഇതൊക്കെ ഒരു സുന്ദരമായ കാഴ്ചകളായിരിക്കും. ഇതൊക്കെ ഞങ്ങൾ പാലക്കാട്ടുകാരൻ്റെ ശരിക്കും പറഞ്ഞൊരു അഭിമാനമാണ് ഈ കാഴ്ചകളൊക്കെ കേട്ടോ. പാലക്കാട് ചൂടാണ്, പാലക്കാട് എന്നൊക്കെ പറഞ്ഞാലും ഈ കാലങ്ങളായ ഞങ്ങൾക്ക് നല്ല രസമാട്ടോ. നമ്മുടെ ഇതാണ്ടോ എന്തൊരു ഭംഗിയാണ് നോക്ക് കാണാൻ. ഇതൊക്കെയാണ് പാലക്കാട്ടിൻ്റെ മഴക്കാല കാഴ്ചകൾ കേട്ടോ. ഇതൊക്കെ കണ്ട് ആസ്വദിച്ച് ഇങ്ങനെ പോകാൻ നല്ല രസമാണ്. അപ്പോൾ പാലക്കാട് കാണാത്തവരൊക്കെ ഉണ്ടെങ്കിലൊക്കെ നീ പാലക്കാടൊക്കെ വരിക. അതിൻ്റെ ഓരോരോ ഇതൊന്നുമല്ല, പ്രകൃതി ഭംഗി ഇഷ്ടക്കണക്കിനുണ്ട് കേട്ടോ. അപ്പോൾ ഒക്കെ ഒന്ന് കാണാം. ഇതിപ്പോൾ ഞാനൊരു ട്രെയിൻ യാത്രയിലുള്ള അനുഭവങ്ങൾ മാത്രം പറഞ്ഞതാണ് ചെറുതായിട്ട്. അങ്ങനെ ഞങ്ങൾ പാലക്കാട് ജംഗ്ഷനിലെത്തിയിട്ടോ. ഇത്രയൊക്കെ ഉള്ളൂ നമ്മളുടെ വീഡിയോ. ഇതാണ് നമ്മുടെ പാലക്കാട് ജംഗ്ഷൻ. അതും കുറച്ച് വലിയ ജംഗ്ഷനൊക്കെ തന്നെയാണ്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. ഇതുവരെ എൻ്റെ വീഡിയോ കണ്ട് സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഒരു കുഞ്ഞ് വീഡിയോ ആണ്. അങ്ങനെയല്ല വലിയ ഞങ്ങൾ ലിഫ്റ്റിൽ കയറി താഴെ ഇറങ്ങണം കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. കാണാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. തെറ്റുകുറ്റങ്ങളുണ്ടെങ്കിൽ പൊറുക്കുക. അതെന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് പറഞ്ഞു തരിക. ഇതൊക്കെയാണ് നമ്മുടെ പാലക്കാടിൻ്റെ മേലെ നിന്നിട്ടുള്ള കാഴ്ച. എന്നിട്ട് ഇതാണ് നമ്മുടെ പാലക്കാട് റെയിൽവേ സ്റ്റേഷൻ്റെ ഒരു സൈഡ് കാണിക്കുന്നതാണ്. ഇത് ഫുള്ളായിട്ട് എടുക്കാൻ പറ്റിയില്ല, കാരണം നല്ല മഴയായിരുന്നു. അപ്പോൾ അത് കാരണം പാലക്കാട് റെയിൽവേ സ്റ്റേഷൻ്റെ ഫുള്ള് വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ല. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. അസ്സലാമു അലൈക്കും. അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്ത് കാണാത്തവരുണ്ടെങ്കിൽ അത് സബ്സ്ക്രൈബ് ചെയ്ത് കാണുക, നമ്മളെ പ്രോത്സാഹിപ്പിക്കുക. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ക്ഷമിക്കുക കേട്ടോ. അപ്പോൾ കൊയിലാണ്ടി മുതൽക്ക് പാലക്കാട് വരയ്ക്കുള്ള കാഴ്ചകളാണ് ഞാനതിൽ കാണിച്ചിരിക്കുന്നത്. കുറച്ചേ കാണിച്ചിട്ടുള്ളൂ കേട്ടോ, ഒരുപാടൊന്നും കാണിച്ചിട്ടില്ല. ഒരുപാട് കാണിച്ച് ബോറടിപ്പിച്ചിട്ടില്ല. അതുകൊണ്ട് ഇത്രയൊക്കെ ഉള്ളൂ. അസ്സലാമു അലൈക്കും. അപ്പോൾ ഓക്കെ. അപ്പം